അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലീനിങ്ങിനെ കുറിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി പഠിക്കാൻ പോകുന്നത് ക്ലീനിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് ആ സ്റ്റെപ്പുകൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസീവിങ് ആണ്. നിങ്ങൾക്കറിയാം, എല്ലാ യൂസർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ CSSDയുടെ ഡീകണ്ടാമിനേഷൻ ഏരിയയിൽ റിസീവ് ചെയ്യുന്നു. അപ്പോൾ റിസീവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എൻട്രീസ് അല്ലെ അത് റെക്കോർഡ് ചെയ്യുന്നു. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നത്, ഏത് സെറ്റാണ്, ഏത് ഇൻസ്ട്രുമെൻറ്റ് സെറ്റാണ്, അല്ലെ ഏത് കേസിനുള്ള സെറ്റാണ്, ഏത് മറ്റ് മെഡിക്കൽ ഡിവൈസുകളാണ്, അത് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ കൗണ്ടിങ്. ഓക്കെ, പിന്നെ അത് ഏത് സ്റ്റേറ്റിലാണ് CSSDയിൽ എത്തിയത്. അപ്പോൾ ചിലതൊക്കെ പൊട്ടിയതായിരിക്കാം, ചിലതൊക്കെ ഡാമേജ്ഡായിട്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ സ്പെഷ്യലി മാർക്ക് ചെയ്യുക. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, റിസീവ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ എൻട്രീസ് അല്ലേ അത് റെക്കോർഡ് ചെയ്യും. ചില CSSDകളിൽ അത് മാനുവലി റിസീവിങ് രജിസ്റ്റർ കാണും, അതിൽ അവർ റെക്കോർഡ് ചെയ്യും. ചില വലിയ വലിയ CSSDകളിലൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം കാണും അല്ലേ, ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം, അതിലവർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇന്ന സെറ്റ് ഇത്ര സമയം അത് റിസീവ് ചെയ്ത ആളെ പേര്, അതിലെ ഐറ്റം കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിലെ ചെക്ക് ലിസ്റ്റ്, അതെല്ലാം അവർ എൻ്റർ ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് അപ്പോൾ റിസീവിങ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പാണ് സോർട്ടിങ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ നേരെ അതിനെ സോർട്ടിങ് ടേബിളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ് അല്ലേ, മെറ്റലായിട്ടുള്ള ഐറ്റംസ്, സ്റ്റെയിൻലെസ് സ്റ്റീലുള്ളതായിരിക്കാം കൂടുതലും, അത് ഒരു തരത്തിൽ ക്ലാസിഫൈ ചെയ്യും. അടുത്ത് റബ്ബർ ഐറ്റംസ്, പോളിത്തീൻ, പിന്നെ ഗ്ലാസ്സിലുള്ള ഐറ്റംസ്, ഇങ്ങനെയൊക്കെ നമ്മൾ തരം തിരിച്ച് വയ്ക്കും ക്ലീനിങ്ങിന് വേണ്ടി. അടുത്ത് നമ്മുടെ പവേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പവേർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെക്ഷനൊക്കെ പഠിക്കുമ്പോഴാണ് പഠിക്കുന്നത്. അതായത് ചിലത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളുണ്ട്, ന്യൂമാറ്റിക് എയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതുണ്ട്, ബാറ്ററി ഇട്ട് പ്രവർത്തിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. കൂടുതലും ഓർത്തോയുടെയും ന്യൂറോയുടെയൊക്കെ കേസിലാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് ക്ലാസിഫൈ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് ഈ ഒരു പവേർഡ് ഇൻസ്ട്രുമെൻ്റൊക്കെ ഒരു കേബിളുകളുണ്ടല്ലോ, കോഡുകൾ, ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ്, പിന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററികൾ, ഇതൊക്കെ നോൺ ഇമേഴ്സിബിൾ ആയിട്ടുള്ള ഐറ്റംസാണ്. നോൺ ഇമേഴ്സിബിൾ എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ മുക്കി വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്രത്യേകം അതും ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് വയ്ക്കും. പിന്നെ എന്തെങ്കിലും സിംഗിൾ യൂസ് ഡിവൈസ് അതിലുണ്ടോ കൊണ്ടുവന്ന സെറ്റിൽ നിന്ന് നമ്മൾ നോക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഉടനെ അതെടുത്ത് ബയോമെഡിക്കൽ വേസ്റ്റ് പോളിസി അനുസരിച്ച് അപ്രോപ്രിയേറ്റ് കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യുക, കളർ കോഡഡ് കണ്ടെയ്നറിൽ ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, സിംഗിൾ യൂസ് ഡിവൈസുകൾ. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ പ്രോപ്പർ വാഷിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പാണ് പ്രീ സോക്കിംഗ് അല്ലെങ്കിൽ പ്രീ വാഷിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡീകണ്ടാമിനേഷൻ ഏരിയയുടെ വർക്ക് ഏരിയ സെറ്റപ്പ് പഠിച്ചപ്പം പറഞ്ഞു, അവിടെ 3 സിങ്ക് അറേഞ്ച്മെൻ്റ് ആണ്. അതിലെ ഫസ്റ്റ് സിങ്കാണ് വാഷ് സിങ്ക് എന്ന് പറയുന്നത്. അതിൽ ഫില്ല് ചെയ്യുന്നത് എൻസൈമാറ്റിക് സൊല്യൂഷനാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് വാഷ് സിങ്കിലേക്ക് എന്ത് ചെയ്യും? ഈ എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഇമേഴ്സിബിൾ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് നമ്മൾ ഇട്ട് വയ്ക്കും. ഓക്കെ, അതിനാണ് പ്രീ സോക്കിംഗ് എന്ന് പറയുന്നത്. എന്തിനാണ്? അപ്പോൾ ഈ ഒരു എൻസൈമാറ്റിക് സൊല്യൂഷനിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പുറത്തുള്ള സോയിലും മറ്റ് ഡേർട്ടും എല്ലാം എന്ത് ചെയ്യും? ഒന്ന് ലൂസാവും. ഓക്കെ, അപ്പം നമുക്ക് പിന്നീട് എടുത്ത് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ എളുപ്പമായിരിക്കും. അതിനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് എൻസൈമാറ്റിക് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിൽ പലതരത്തിലുള്ള എൻസൈംസ് കാണും, മനസ്സിലായി? പ്രോട്ടീനെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈംസ്, ലിപ്പിഡ്സിനെയും മറ്റ് ഫാറ്റി ആസിഡ്സിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈംസ്, ഇതെല്ലാം അതിലെ ആ ഒരു ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, മറ്റ് ടിഷ്യൂസ്, ഇതിനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ ലൂസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അതിനാണ് ആ ഒരു എൻസൈമാറ്റിക് സൊല്യൂഷൻ തന്നെ നമ്മുടെ പ്രീ സോക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടി എൻസൈമാറ്റിക് സൊല്യൂഷനിൽ നമ്മൾ ഇൻസ്ട്രുമെൻസുകൾ സോക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു 40 മുതൽ 45 ഡിഗ്രി
സെൻറ്റിഗ്രേഡ് വരെയുള്ള ഒരു വാം ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു സൊല്യൂഷൻ. കാരണം ഈ ഒരു വാം ടെമ്പറേച്ചറിൽ എൻസൈംസ് കൂടുതൽ ആക്റ്റീവായിരിക്കും. ഓക്കെ ആയിട്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, വന്ന ഐറ്റംസൊക്കെ പോയിൻ്റ് ഓഫ് വ്യൂസ് പ്രിപ്പറേഷൻ കഴിഞ്ഞ ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ നേരെ എടുത്ത് അത് എൻസൈമാറ്റിക് സൊല്യൂഷനിലിട്ട് പ്രീ സോക്കിങ്ങിന് അല്ലെങ്കിൽ പ്രീ വാഷിങ്ങിന് വയ്ക്കുകയുള്ളൂ. അല്ലാതെ ബ്ലഡ് അങ്ങനെ അതൊക്കെ ആയിട്ട് വന്ന ഐറ്റംസ് ആണെങ്കിൽ എന്ത് ചെയ്യും, പ്രൈമറി വാഷ് കഴിയാതെ വന്ന ഐറ്റംസ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ കോൾഡ് വാട്ടർ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ചെയ്ത് അതിൻ്റെ പുറത്തുള്ള എല്ലാ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സും സോയിലും ഒക്കെ റിമൂവ് ചെയ്തിട്ട് അടുത്ത് സോക്കിങ്ങിന് വേണ്ടി ഇടാവൂ. ഓക്കെ, അതുകൂടെ ശ്രദ്ധിക്കുക. മിക്ക ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രൈമറി വാഷ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് വ്യൂസ് പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടായിരിക്കും CSSDയിലേക്ക് ഐറ്റംസ് വരുന്നത്. അതൊരു ഗൈഡ് ലൈനാണ്. അങ്ങനെ ഈ വാം ടെമ്പറേച്ചറിലുള്ള മൾട്ടി എൻസൈമാറ്റിക് സൊല്യൂഷനിലേക്ക് എല്ലാ ഐറ്റംസും ഒരു 10 മിനിറ്റ് വരെയെങ്കിലും സോക്ക് ചെയ്യാൻ വേണ്ടി ഇമേഴ്സ് ചെയ്ത് വയ്ക്കുക. ഇത്രയും അപ്പോൾ പ്രീ സോക്കിങ് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പാണ് വാഷിങ്ങിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, കറക്റ്റായിട്ടുള്ള വാഷിങ്. അത് രണ്ടാമത്തെ സിങ്കായ ഇൻ്റർമീഡിയറ്റ് റിൻസിങ് ആൻഡ് വാഷിംഗ് സിങ്ക്, അതിൽ വെച്ചാണ് ഈ ഒരു വാഷിംഗ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് വാഷിംഗ് ചെയ്യാം. ഒന്ന് ഇമേഴ്സിബിൾ മെത്തേഡും രണ്ടാമത്തെ നോൺ ഇമേഴ്സിബിൾ ആയിട്ടുള്ള മെത്തേഡും ഉണ്ട്. അപ്പോൾ ഇമേഴ്സിബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വാട്ടറിൻ്റെ അകത്തല്ലേ, ആ ഒരു ബേസിനകത്തുള്ള വാട്ടറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ്റെ അകത്ത് വെച്ച് നമ്മൾ പ്രോപ്പറായിട്ട് മുക്കി വെച്ച് നന്നായിട്ട് ബ്രഷും മറ്റേ ക്ലോത്തും അതിൻ്റെ സ്പോഞ്ചൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് ഇമേഴ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻ്റ്. ഓക്കെ, പിന്നെ ചില ലൂമൻഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ് പോലുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ അതിനകത്ത് പ്രോപ്പർ ആ ട്യൂബിങ്ങിനകത്ത് ഫുള്ളായിട്ട് വെള്ളം അല്ലെങ്കിൽ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ എത്തിയാലേ അതിൻ്റെ അകമൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഇമേഴ്ഷൻ മെത്തേഡിലാണ് ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത് നോൺ ഇമേഴ്ഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ചില പവേർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പവേർഡ് ഇൻസ്ട്രുമെൻ്റ്, അതിൻ്റെ കേബിൾസ്, അതിൻ്റെ ബാറ്ററികൾ, ഇതൊന്നും നമുക്ക് വെള്ളത്തിനകത്ത് മുക്കി വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ വെള്ളത്തിൽ മുക്കാതെ നമ്മളിങ്ങനെ അതിനെ ഒരു ലിൻ ഫ്രീ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് അല്ലേ, ഒരു തുണി, ലിൻ ഫ്രീ ആയിട്ടുള്ള തുണി. ലെൻറ്റ് എന്ന് പറയുമ്പോൾ ചില ഇങ്ങനെ അതിന് നാരുകളൊന്നും പാടില്ല, അങ്ങനെ നാരുകളൊന്നും വരാത്ത നല്ല തുണി, അത് ഡിറ്റർജൻറ്റ് സൊല്യൂഷനിലോ ക്ലീനിങ് ഒരു മൾട്ടി എൻസൈമാറ്റിക് ക്ലീനിങ് സൊല്യൂഷനിലോ ഇങ്ങനെ നമ്മൾ മുക്കിയിട്ട് അത് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുത്ത് ഡ്രൈ ചെയ്തെടുക്കും. ഓക്കെ, അതാണ് നോൺ ഇമേഴ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഇമേഴ്ഷൻ മെത്തേഡിൽ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അണ്ടർ ദ സർഫസ് ഓഫ് വാട്ടറിൽ വെച്ച് വേണം ക്ലീൻ ചെയ്യുക. അതായത് വെള്ളത്തിനകത്ത് വെച്ച് വേണം ക്ലീൻ ചെയ്യുക. അല്ലാതെ മുകളിൽ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എയറോസോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, അല്ലെ കണ്ടാമിനേറ്റഡ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉള്ള എയറോസോൾസും ഡ്രോപ്ലെറ്റ്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും അണ്ടർ ദ സർഫസ് ഓഫ് വാട്ടറിൽ വെച്ച് വേണം നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാനുള്ളത്, ബ്രഷ് വെച്ച്. ഓക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത്, ഇങ്ങനെ മാനുവലി ക്ലീനിങ് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് ആണ് വേണ്ടത്, അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെയിനായിട്ട് നിങ്ങൾക്കറിയാം ക്ലീൻ ചെയ്യാൻ വാട്ടർ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി 2 ടൈപ്പ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. യൂട്ടിലിറ്റി വാട്ടർ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ടേപ്പ് വാട്ടർ. ഓക്കെ, അതെന്തിനാണ്, ഫ്ലഷിങ് എന്ന് പറയുമ്പോൾ ലൂമൻഡ് ആയിട്ടൊരു ഡിവൈസിനകത്തൂടെ ഇങ്ങനെ അടിച്ച്, അല്ല ഒരു സൈഡിൽ കൂടെ നമ്മൾ ഫ്ലഷ് ചെയ്ത് അപ്പുറ സൈഡിൽ കൂടെ അത് പോവും. അത് നമ്മുടെ സ്പ്രേ നോസിൽ വെച്ചാണ് അത് ഫ്ലഷ് ചെയ്യുന്നത്. ഫ്ലഷിങ് അല്ലെങ്കിൽ വാഷിങ്, നമ്മൾ കഴുകാൻ വേണ്ടി, അല്ലെങ്കിൽ റിൻസിങ്ങിന് വേണ്ടി. റിൻസിങ് എന്ന് പറയുമ്പോൾ അത് കഴുകിക്കളയാൻ വേണ്ടി, അതിനൊക്കെ യൂട്ടിലിറ്റി വാട്ടറാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് വാട്ടറാണ് ക്രിട്ടിക്കൽ വാട്ടർ എന്ന് പറയുന്നത്. അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈനൽ റിൻസിങ്ങിനാണ്. അതായത് നമ്മൾ ഈ ഒരു പ്രീ സോക്കിങ്ങും ഇങ്ങനെ വാഷിങ്ങും ഇൻ്റർമീഡിയറ്റ് വാഷിങ്ങും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഒന്നും കൂടെ എല്ലാം കഴുകിക്കളയും. അതിനാണ് ഫൈനൽ റിൻസിങ്ങിന്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്റ്റിൽ ചെയ്ത വാട്ടറോ അല്ലെങ്കിൽ ഡീ അയണൈസേഷൻ ചെയ്ത വാട്ടറോ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്ത വാട്ടറോ അങ്ങനെ ഒരു ട്രീറ്റ് ചെയ്ത വാട്ടർ ആയിരിക്കും നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഡിസ്റ്റിലേഷൻ, ഡീ അയണൈസേഷൻ, റിവേഴ്സ് ഓസ്മോസിസ്, ഇതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക നെറ്റിൽ. ആവശ്യമില്ല, ജസ്റ്റ് ഇത് അറിഞ്ഞിരിക്കുക. ഈ ഒരു ക്രിട്ടിക്കൽ വാട്ടർ ആയിരിക്കും ഫൈനൽ റിൻസിങ്ങിന് ഉപയോഗിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വാട്ടർ ക്വാളിറ്റി നല്ലതല്ല എങ്കിൽ എന്ത് ചെയ്യും, അത് ഈ ഒരു ക്ലീനിങ് അല്ലെങ്കിൽ വാഷിംഗ്
ആ ഒരു പ്രോസസ്സിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മളെ ഫൈനൽ റിൻസിങ് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സർഫസിൽ ഈ നമ്മൾ ഉപയോഗിച്ച വാട്ടറിൽ എന്തെങ്കിലും മിനറൽ കണ്ടൻസോ അങ്ങനെയുള്ള കണ്ടാമിനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അതിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ അതിനെയാണ് എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു മിനറൽസ് എല്ലാം അതിൽ തന്നെ ഇരുന്ന് സ്റ്റെയിനിങ്ങും അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ക്രിട്ടിക്കൽ വാട്ടറാണ് ഫൈനൽ റിൻസിങ്ങിന് ഉപയോഗിക്കുന്നത്. മറ്റേ വാഷിങ്ങിനൊക്കെ റിൻസിങ്ങിനുമൊക്കെ നമ്മൾ സാധാ ടേപ്പ് വാട്ടർ ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ടൂള് ബ്രഷുകളാണല്ലേ. നമ്മൾക്ക് നന്നായിട്ട് ഉരച്ച് കഴുകാൻ വേണ്ടിയുള്ള ബ്രഷുകൾ. അപ്പോൾ അത് പല സൈസിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ചിലതൊക്കെ റിജിഡായിട്ട് നല്ല കട്ടിയുള്ളതായിരിക്കും, ചിലതൊക്കെ ഫ്ലെക്സിബിൾ, ചിലതിൻ്റെയൊക്കെ ടിപ്പ് നല്ല സ്പോഞ്ച് ടിപ്പുള്ളതായിരിക്കും. അങ്ങനെ ചിലതൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് നാരുകളൊക്കെ ഉള്ള കുപ്പിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷുകളിൽ അതുപോലത്തെ ഉള്ള ബ്രഷുകളായിരിക്കും. പല സൈസിലും പല മോഡലിലുമൊക്കെ ബ്രഷുകൾ കിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻലി ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബ്രഷുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. അഥവാ നമ്മൾ റീയൂസബിൾ ബ്രഷുകൾ ഉപയോഗിക്കുന്നത് അത് പ്രോപ്പർലി നമ്മൾ ഓരോ ഇൻ്റർവെല്ലിൽ വെച്ച് ഡീകണ്ടാമിനേഷൻ ചെയ്തിരിക്കണം. ഡെയിലിയോ അല്ലെങ്കിൽ ഷിഫ്റ്റ് വൈസോ ഒക്കെ ഡീകണ്ടാമിനേറ്റ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുക. ഓക്കെ, ബ്രഷുകൾ. അടുത്ത് ക്ലീനിങ്ങിന് വേണ്ടിയുള്ള ക്ലോത്ത്സുകൾ കാണും. മെയിനായിട്ട് നമ്മളെ ടെക്സ്റ്റൈൽ അല്ലേ, ലിനൻ, ആ ക്ലോത്ത്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ ലിൻ ഫ്രീ ആയിട്ടുള്ളതാണ് നല്ലത്. കാരണം നാരുകളൊന്നും ഇളകി വരാത്ത ലിൻ ഫ്രീ ആയിട്ടുള്ള ക്ലോത്ത്സുകളാണ് ഉപയോഗിക്കുന്നത്. അതും നമ്മൾ വിസിബിളി അത് സോയിൽഡ് ആണെന്ന് കണ്ടാൽ അത് ചേഞ്ച് ചെയ്ത് അടുത്ത് എടുക്കുക ക്ലീനിങ്ങിന് വേണ്ടി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഐറ്റം സ്പോഞ്ചുകളാണ്. സ്പോഞ്ചുകളൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓഫ്താൽമിക് ഇൻസ്ട്രുമെൻ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതൊക്കെ വളരെ നാരോ ടിപ്പല്ലേ, ദന്തലിൻ്റെ ഓഫ്താൽമിക്കിൻ്റെ ENT ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വളരെ നാരോ ടിപ്പുകളാണ്. അതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്പോഞ്ചുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഡിറ്റർജൻറ്റ് സൊല്യൂഷനിൽ ഇംപ്രഗ്നേറ്റ് ചെയ്ത് നമ്മൾ അതിൽ വെച്ച് ഉരച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യും സ്പോഞ്ച്. ഡെലിക്കേറ്റ് ടിപ്സ് ഉള്ള ഐറ്റംസ്, ഡെലിക്കേറ്റ് വളരെ ഫൈൻ ഷാർപ്പ് ടിപ്പുകളുള്ള, വളരെ കെയർഫുള്ളായിട്ടായിരിക്കണം അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് ക്ലീനിങ് ചെയ്യുമ്പോൾ. അടുത്ത് വാട്ടർ ഇറിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ലൂമൻഡ് ആയിട്ടുള്ള ഡിവൈസ്, ചില ലൂമൻഡ് ആയിട്ടുള്ള ലാപ്രോസ്കോപ്പിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ചാനൽഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യുമ്പോൾ ആ ചാനലിൻ്റെ അകം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു വാട്ടർ ഇറിഗേറ്റേഴ്സ്. ഓക്കെ, നമ്മുടെ സ്പ്രേ നോസിലൊക്കെ അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഫോസ്റ്റ് എയർ ഡിവൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂമാറ്റിക് എയർ ഗൺ അല്ലേ. ക്ലീനിങ് വാഷിംഗ് സിങ്കിൻ്റെ ഒക്കെ അടുത്തായിട്ട് തന്നെ ഈ ഒരു ന്യൂമാറ്റിക് എയർ സപ്ലൈ കാണും. അത് ഒരു ന്യൂമാറ്റിക് എയർ ഗൺ ആയിട്ട് ബന്ധിപ്പിച്ചിരിക്കും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കംപ്രസ്ഡ് എയർ ആണ് അതുവഴി വരുന്നത്. അത് വെച്ച് ഈ ലൂമണിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തുള്ള വാട്ടറും മറ്റേ ഡെർബിസും എല്ലാം കൂടെ അങ്ങ് പുറത്തോട്ട് ചാടും, പുറത്ത് പോവും. ഓക്കെ, അങ്ങനെ ഡ്രൈയിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫോസ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എയർ ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. അതിൽ വരുന്ന എയർ <5 PSI ആയിരിക്കും അതിൻ്റെ കംപ്രസ്ഡ് എയർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മാനുവലി ക്ലീൻ ചെയ്യാനുള്ള കുറച്ച് ടൂൾസാണ് നമ്മൾ പറഞ്ഞത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അത് ഓരോ സ്ഥലത്തും വർക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതെങ്ങനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ റിസീവ് ചെയ്തു, അതിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പ്രീ സോക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, വാഷിങ് അല്ലേ, മാനുവലി നമ്മൾ വാഷിങ് നന്നായിട്ട് ഉരച്ച് കഴുകി വെച്ചിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം, ഇനി നന്നായിട്ട് കഴുകി കളഞ്ഞ് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എടുക്കണം അല്ലേ. അപ്പോൾ അതിനെയാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് റിൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിൻസിങ്ങിന് വേണ്ടി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എന്ത് വാട്ടറാണ്, ക്രിട്ടിക്കൽ വാട്ടറാണ്. അതായത് ഡിയണൈസേഷൻ ചെയ്തോ ഡിസ്റ്റിലേഷൻ ചെയ്തോ റിവേഴ്സ് ഓസ്മോസിസ് ചെയ്ത വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചില ഡിവൈസുകളിലൊക്കെ നമ്മൾ ആൽക്കഹോൾ വെച്ച് റിൻസ് ചെയ്യാറുണ്ട്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ കൊറോണയുടെ ടൈമിലൊക്കെ നമ്മൾ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ചില്ല, അതിലും ആൽക്കഹോൾ കണ്ടൻ്റാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ പുരട്ടിയ ഉടനെ നമ്മുടെ കൈ നല്ല ഡ്രൈ ആയി അതങ്ങ് പോവും. അപ്പോൾ അതുപോലെ ഈ ആൽക്കഹോൾ വെച്ച് നമ്മൾ റിൻസ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യും, വാട്ടറൊക്കെ പോയി നന്നായിട്ട് ഡ്രൈയിങ് കിട്ടും. അതിന് വേണ്ടിയാണ് ആ ഒരു ആൽക്കഹോൾ റിൻസിങ് ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് ആറാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിൻസിങ് കഴിഞ്ഞു. ഇനി മാനുവലി ക്ലീൻ ചെയ്ത ഇൻസ്ട്രുമെൻസിന് നമുക്ക് അതിൽ എന്തായാലും വാട്ടർ കണ്ടൻറ്റ് കാണില്ലേ നമ്മൾ കഴുകി കളഞ്ഞിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ ഡ്രൈയിങ് ചെയ്യുന്നു. അതിന് വേണ്ടി നമുക്ക് ഡ്രൈയിങ് ക്യാബിനറ്റ് നമ്മുടെ ഡീകണ്ടാമിനേഷൻ ഏരിയയിലുണ്ട്. അപ്പോൾ എല്ലാ ഐറ്റംസും അതിനകത്ത് വെച്ചൊരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചറിന് മുകളിൽ
കൊടുത്ത് നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഈ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ലിൻ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ് ക്ലോത്ത് വെച്ച് തുടച്ച് വൈപ്പ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ലൂമനൊക്കെ ഉള്ള ഡിവൈസുകളാണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എയർ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ വെച്ച് പ്രോപ്പറായിട്ട് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ എയിം എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടൻറ്റ് പാടില്ല. നമ്മളടുത്ത് അസംബ്ലിക്ക് വിടുമ്പോൾ അവിടെ നനഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഒന്നും വിടാൻ പാടില്ല. ഫുള്ളി ഡ്രൈ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് അസംബിൾ ചെയ്ത് പാക്ക് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഡ്രൈയിങ് ചെയ്യുന്നത്. അങ്ങനെ ഡ്രൈയിങ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് ലൂബ്രിക്കേഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ചില ഇൻസ്ട്രുമെൻ്റ് അല്ലേ, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റിനൊക്കെ അതിൻ്റെ ബോക്സ് ലോക്ക്, അതിൻ്റെ ഹിഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിജാഗിരി, കതവിൻ്റെയൊക്കെ വിജാഗിരിയില്ല, അതിനെയാണ് ഹിഞ്ചസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പാർട്സൊക്കെ കാണാം. അപ്പോൾ അതിനെയൊക്കെ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, എന്നാലേ അത് പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ സർജറിയുടെ സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ലൂബ്രിക്കേഷൻ ചെയ്യുന്നത് ആ ഇൻസ്ട്രുമെൻറ്റുകളുടെ അല്ലെങ്കിൽ മെഡിക്കൽ ഡിവൈസുകളുടെ വർക്കിംഗ് കണ്ടീഷൻ അതുപോലെ നന്നായിട്ട് നിലനിർത്താൻ വേണ്ടിയാണ്. അപ്പോൾ എങ്ങനെയുള്ള ലൂബ്രിക്കൻറ്റുകളായിരിക്കണം ഉപയോഗിക്കേണ്ടത്? നോൺ ടോക്സിക് ആയിരിക്കണം. അതുപോലെ ഓയിലി ആൻഡ് സ്റ്റിക്കി അങ്ങനെയുള്ള ഐറ്റംസ് പാടില്ല. മനസ്സിലായില്ലേ? അത് വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള ലൂബ്രിക്കൻറ്റുകൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലൂബ്രിക്കേഷനും കൂടെ കഴിയുന്നതോടെ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലീനിങ്ങിൻ്റെ സ്റ്റെപ്പുകളെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് റിസീവിങ്, അത് കഴിഞ്ഞ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ സോർട്ടിങ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് പ്രീ സോക്കിങ് അല്ലെങ്കിൽ പ്രീ വാഷിങ് ചെയ്യുന്നു, അതും കഴിഞ്ഞ് നമ്മൾ മാനുവൽ വാഷിങ് ചെയ്യുന്നു, പിന്നെ അടുത്ത് റിൻസ് ചെയ്യുന്നു, റിൻസ് ചെയ്തെല്ലാം കളയുന്നു, റിൻസിങ്, അതും കഴിഞ്ഞ് അടുത്ത് ഡ്രൈയിങ് ചെയ്യുന്നു. ഓക്കെ, എല്ലാ മോയ്സ്ചർ കണ്ടൻറ്റും ഡ്രൈയിങ് വഴി പോവും. അതും കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ലൂബ്രിക്കേഷൻ. ഇതോടെ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി.